വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇത് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണ്. ഓൾറെഡി ഇന്ന് ഞാൻ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു 10 കറണ്ട് അഫയേഴ്സും കൂടെ ഒരു 15 മിനിറ്റ് ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്യാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സ് 40, 50 എണ്ണൊക്കെ എടുത്ത് ഒരു ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് തരുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലത് ഓരോ ടോപ്പിക്കും പ്ലസ് കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടെ ദിവസം അങ്ങോട്ട് തന്നു പോയാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. പിന്നെ അത് മാത്രമല്ല, 45 ദിവസം കൊണ്ട് നമ്മുടെ ടോപ്പിക്ക് തീരുവോ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് 10 കറണ്ട് അഫയേഴ്സ് ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് വലിയ ഭാരമായിട്ട് തോന്നില്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കൂ, പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ AI സംവിധാനം ഉപയോഗിക്കുന്ന ലോകത്തെ തന്നെ ആദ്യ രാജ്യം. ഇപ്പൊ AIക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിക്ക ക്ലാസ്സിലും ഒരു AI ക്വസ്റ്റ്യൻ എങ്കിലും തരാറുണ്ട് നിങ്ങൾക്ക്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഉപദേശക പദവിയിൽ AI സംവിധാനം ഉപയോഗിക്കുന്ന വേൾഡിലെ തന്നെ ആദ്യത്തെ രാജ്യമാണ് റുമാനിയ. ഏതാണ്? റുമാനിയ. ലോകത്തെ ആദ്യ രാജ്യമാണ് റുമാനിയ. നെക്സ്റ്റ് വൺ, ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഏതാണ്? ഇത്രയും നമ്മൾ ഏഷ്യയിലെ സമ്പന്നമായ ഗ്രാമം നമ്മൾ പഠിക്കാൻ കാരണം അത് ഇന്ത്യയിലാണ്, ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ആ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ പേര് മദാപൂർ എന്നാണ്. എന്താ അറിയോ, അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ന്യൂസിലൻഡ്, അങ്ങനെ വളരെ ചെറിയ ഗ്രാമമാണ്. പക്ഷെ അവിടെയുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകണം. അത്രയധികം വിദേശ പണമാണ് അവിടേക്ക് ഒഴുകി വരുന്നത്. പിന്നെ രസകരമായിട്ടുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, അവിടെയുള്ള ആൾക്കാർ അവിടെ തന്നെ നിക്ഷേപിക്കണതും. അതാണ്, അവിടെ കുറേയധികം സ്വകാര്യ ബാങ്കുകളുണ്ട്. അവിടെ തന്നെയാണ് അവരുടെ ഡെപ്പോസിറ്റ് ഉള്ളത്. അപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം, ഇത്രയും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞുള്ളൂ, ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമത്തിന്റെ പേരെന്താണ്? മദാപൂർ എന്നാണ്. അത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. നെക്സ്റ്റ് നോക്കൂ, ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം. മിക്ക ലാസ്റ്റ് ഗ്രേഡ് എക്സാമുകളൊക്കെ ആണെങ്കിൽ തലസ്ഥാനങ്ങൾ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലസ്ഥാനം വരെ വെച്ചാൽ ചോദിക്കുന്ന ഉറപ്പാണല്ലോ. അപ്പൊ പുതിയ തലസ്ഥാനം നോക്കൂ, നുസാന്തര. എന്താണ് അതിന്റെ പേര്? നുസാന്തര. ഇതാണ് ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം. ഏതാ? നുസാന്തര. നെക്സ്റ്റ് നോക്കൂ, ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ജീവിതം ഒരു പെൻഡുലം. അപ്പൊ ജീവിതം ഒരു പെൻഡുലം ആരുടെ ആത്മകഥയാണ്? ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ്. നെക്സ്റ്റ് വൺ, കേണൽ പെന്നിക്വിക്കിന്റെ പ്രതിമ ബ്രിട്ടനിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഞാനിവിടെ ഉത്തരം എഴുതിയിട്ടില്ല. എൻ്റെ കുട്ടികൾ, എന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികൾ, എൻ്റെ ഡാം അണക്കെട്ടുകളെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം പറയും. ഏതാ ഉത്തരം? പറയൂ. ഇനി പുതിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ഉത്തരം പറയാതെ പറ്റില്ലല്ലോ. ഉത്തരം ഏതാണ്? തമിഴ്നാടാണ്. കാരണം മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള, മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പിയാണ് പെന്നിക്വിക്ക് എന്നും. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചപ്പോൾ ആർക്കാണ് അതിൻ്റെ കൂടുതൽ ഗുണം? തമിഴ്നാട്ടുകാർക്കാണെന്നും അവിടെ അവരൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഒക്കെ നമ്മൾ പഠിക്കേണ്ടായി അല്ലേ. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പിയായ കേണൽ പെന്നിക്വിക്കിന്റെ പ്രതിമ ബ്രിട്ടനിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് തന്നെയായിരിക്കും? തമിഴ്നാട് തന്നെയായിരിക്കും. കേൾക്കാത്തത് അല്ലെങ്കിൽ കാണാത്ത കുട്ടികൾ തീർച്ചയായിട്ടും കാണണം. നമ്മുടെ എന്താണ്, ഡാമുകള്, ജലവൈദ്യുത പദ്ധതികളൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഡിസ്ക്രിപ്ഷനിലും ഞാനത് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, സുഡാനിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടായി. സുഡാനിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തില് അവിടെ ആരുണ്ടായിരുന്നുണ്ടാവും? ഇന്ത്യക്കാരുണ്ടായിരുന്നുണ്ടാവുമല്ലോ. അവിടെ പെട്ട ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി. എന്താണ്? ഓപ്പറേഷൻ കാവേരി. അപ്പൊ സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തിൽ അവിടെ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാരെ രക്ഷിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. നെക്സ്റ്റ് നോക്കൂ, 1956 നവംബർ 1 ശേഷം, അതായത് കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം സർക്കാർ തന്നെ നിർമ്മിച്ച ആദ്യത്തെ സെൻട്രൽ ജയിൽ കേരളത്തിൽ നിലവിൽ വന്നു. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. തവനൂരാണ്, മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഇതെന്താണ്? കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിലാണ്. അപ്പൊ ഈ 4ാമത്തെ മാത്രമേ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ നിർമ്മിച്ചതാണ് അല്ലെ. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ കാശ് ചെലവാക്കി, അതായത് കേരള സംസ്ഥാനം നമ്മുടെ കാശ് ചെലവാക്കി നിർമ്മിച്ച ആദ്യ സെൻട്രൽ ജയിൽ നിലവിൽ വന്നു. മലപ്പുറം ജില്ലയിലാണ്, തവനൂരാണ്. ഇനി അടുത്ത, ഏത് സംസ്ഥാനത്ത് നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്?
ഏത് സംസ്ഥാനത്ത് നിന്നാണ്? കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കുറിച്ചും സുരേഷ് ഗോപിയെ കുറിച്ചും ഒക്കെ നമ്മൾ മുന്നുള്ള എന്താ പറയാ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എവിടെ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശിൽ നിന്നാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആദ്യമായിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഓടുന്നുണ്ട് അല്ലെ? അപ്പൊ കേരളത്തിൽ ആദ്യമായി ഓടിയ വന്ദേ ഭാരത് എക്സ്പ്രസ് കണക്ട് ചെയ്തിരുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ? തിരുവനന്തപുരം, കാസർഗോഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യം, തിരുവനന്തപുരം, കാസർഗോഡ്. നെക്സ്റ്റ് വൺ, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാൻ, നമുക്കറിയാം അല്ലെ, ഭയങ്കര മാലിന്യ പ്ലാന്റിൽ തീ വന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. തീ അണയ്ക്കാൻ വേണ്ടി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യത്തിന്റെ പേരെന്ത്? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാൻ അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് മിഷൻ സേഫ് ബ്രത്ത്. എന്താണ്? മിഷൻ സേഫ് ബ്രത്ത് എന്നാണ് അതിന്റെ പേര്. അപ്പൊ വേണമെങ്കിൽ ഏത് പ്ലാന്റിലാ തീപിടുത്തം ഉണ്ടായെന്ന് വരെ നമ്മളോട് ചോദിക്കാട്ടോ. ഈ ദൗത്യത്തിന്റെ പേരും കൂടെ പേരെന്നെ ചോദിക്കണമെന്നില്ല. അപ്പൊ നമ്മുടെ ചോദ്യം ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് 4 പ്രാവശ്യം ആൻസർ പറയാതെ ചോദ്യവും അതുപോലെ തന്നെ അതിന്റെ ആൻസറും ഒരുപോലെ പറയാ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ, എവിടെ? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാനായി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യത്തിന്റെ പേര് മിഷൻ സേഫ് ബ്രത്ത് എന്നാണ് കേട്ടോ. അപ്പൊ 10 ക്വസ്റ്റ്യൻ തരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വലിയ ഭാരം ഉണ്ടാവില്ല. നിർബന്ധമായിട്ട് ഇത് പഠിക്കുക. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ അതാത് സമയത്ത് ലഭിക്കുകയും ചെയ്യും. അടുത്ത ക്ലാസ്സിൽ നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.